സ്വകാര്യ സ്കൂളുകളിലെ കലാ അധ്യാപകരുടെ കൂട്ടായ്മയായ ടീച്ച് ആർട്ട് കൊച്ചിയുടെ 14ാം സംസ്ഥാന ചിത്രശില്പ പ്രദർശനത്തിന് കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കൊച്ചി മേയർ BK മിനിമോൾ ചിത്രശില്പ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കോർഡിനേറ്റർ ബേസിൽ ബേബി അധ്യക്ഷനായി. ചിത്രകാരന്മാരായ T. കലാധരൻ, RK ചന്ദ്രബാബു, കാർട്ടൂണിസ്റ്റ് സജീവ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 29-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം ലളിതകലാ അക്കാദമി സെക്രട്ടറി രാജി R. പിള്ള ഉദ്ഘാടനം ചെയ്യും. ഈശ്വരി കരുണാകരൻ മികച്ച കലാ അധ്യാപകർക്കുള്ള അവാർഡ് നൽകും. നമ്മൾ അൺഎയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർട്ട് ടീച്ചേഴ്സിൻ്റെ സംഘടനയാണ് ടീച്ച് ആർട്ട് കൊച്ചി എന്ന് പറയുന്ന ഈ സംഘടന. CN കരുണാകരൻ മെമ്മോറിയൽ ബെസ്റ്റ് ആർട്ട് ടീച്ചർ അവാർഡ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ 16ാമത്തെ വർഷമാണ് ഈ ഒരു ആർട്ട് എക്സിബിഷൻ ദർബാർ ഹാളിൽ നടക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീച്ചേഴ്സിൻ്റെ ഈ കൂട്ടായ്മ ചിത്രകലാ ക്യാമ്പും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് പ്രദർശനവും നടത്തിപ്പോകാറുണ്ട്. RK ചന്ദ്രബാബു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ടീച്ചർ, അദ്ദേഹമാണ് ഇതിൻ്റെ ക്യൂറേറ്റർ, കോർഡിനേറ്റർ. അതുപോലെ തന്നെ ബേസിൽ സാറ് ചോയ്സ് സ്കൂളിലെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർട്ട് ക്രാഫ്റ്റ് ടീച്ചേഴ്സിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ഒരു എക്സിബിഷൻ. കേരളത്തിലെ 30 ചിത്രകലാ അധ്യാപകരുടെ 48 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള ചിത്രങ്ങൾ അക്രിലിക്, എണ്ണച്ചായം, ഡിജിറ്റൽ ആർട്ട്, മിക്സഡ് മീഡിയ, ഓയിൽ പേസ്റ്റ് എന്നിവ ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലം പോലെ അല്ല. ഇപ്പം സ്കൂളുകളിൽ കലാപരമായിട്ട് എല്ലാ കഴിവുകളെയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സ്കൂളിലെ അധികൃതരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചിത്രകല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ്, കുട്ടികളടക്കം. അവർക്ക് അവരുടെ പഠിത്തത്തിൻ്റെ ഉണ്ടാവും, പാരൻസിൻ്റെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ചിത്രകലയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നാണ് വരയ്ക്കുന്നത്. അത് ആ ഒരു അധ്യാപിക ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അതേപോലെ തന്നെ ഒരേപോലെയാണ് പോകുന്നത്. പിന്നെ കുട്ടികളിൽ നിന്ന് ഞങ്ങൾ പലതും പഠിക്കാറുണ്ട്. കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഞങ്ങളും അവരിൽ നിന്ന് പഠിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ മാനസികമായ ഒരു വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിത്രകല തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പകൽ 11 മുതൽ രാത്രി 7 വരെയാണ് പ്രവേശന സമയം. പ്രദർശനത്തിലെ മികച്ച ചിത്രത്തിന് CN കരുണാകരൻ്റെ പേരിൽ അവാർഡും നൽകും. CN കരുണാകരൻ മെമ്മോറിയൽ അത് ഒരു അവാർഡ് പോലെ ബെസ്റ്റ് ആർട്ട് ടീച്ചർ അവാർഡ് നൽകുകയാണ്. അത് സമാപന ദിവസമായ 29-ാം തീയതിയാണ് നൽകുന്നത്. 30ഓളം ആർട്ട് ടീച്ചർമാർ ഇതിലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ചന്ദ്രബാബു സാറിനും അതിൻ്റെ ഭാരവാഹികളായ സുജിത് ക്രയോൺസ്, സുമ സക്രിയ, ഇവരെല്ലാവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 4 ദിവസം നടക്കുന്ന എക്സിബിഷനാണ്. പിന്നെ പലതരം ഇതിലുള്ള ആക്രിലിക്, വാട്ടർ കളറ്, അങ്ങനെ പലതരത്തിലുള്ള പെയിൻറ്റിങ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും വന്ന് കാണുകയും അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. 29 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ലളിതകലാ അക്കാദമി സെക്രട്ടറി രാജി R. പിള്ള ഉദ്ഘാടനം ചെയ്യും. ഈശ്വരി കരുണാകരൻ മികച്ച കലാ അധ്യാപകർക്കുള്ള അവാർഡ് നൽകും.